രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 15. സുഹൃതികളായ സുമനസ്സികളെ പ്രണാമം. രാമായണ ദർശനം അല്പം ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനന വിഷയമാക്കാം. രാമായണ ശ്രവണ മനന പഠനാദി നടത്തുന്നവരിൽ സ്വതസിദ്ധമായി വന്നു ചേരുന്ന സപ്തഗുണങ്ങളാണ്, സപ്തഭാവങ്ങളാണ് നിരഹങ്കാരം, ഭഗവത് ഭാവം, ക്ഷമാഭാവം, പ്രേമഭാവം, പ്രശാന്തിഭാവം, ത്യാഗഭാവം എന്നിങ്ങനെ അതിനെ ചുരുക്കി വിവരിക്കാൻ കഴിയും. ഇതെല്ലാം ഓരോ മനുഷ്യനിലും ഉണ്ടായിരിക്കേണ്ട അത്യന്തം ഗുണകരമായ ഭാവങ്ങളാണ്. രാമായണമാണ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അനാരോഗ്യകരവും നിരന്തരവുമായ ആഗ്രഹം സമൂഹത്തിലും ദാമ്പത്യത്തിലും കുടുംബത്തിലും കാട്ടുന്ന മര്യാദയില്ലാത്ത പെരുമാറ്റം, അസാൻമാർഗികവും പൈശാചികവുമായ അധാർമിക കർമ്മങ്ങൾ, അച്ഛനമ്മമാർ, ഗുരുക്കന്മാർ, ആദരണീയരായ മറ്റ് മഹത് വ്യക്തിത്വങ്ങൾ, സജ്ജനങ്ങൾ എന്നിവരുമായിട്ടുള്ള സമ്പർക്കമില്ലായ്മയും സദ്ഗുണങ്ങൾ പ്രകടിപ്പിക്കാത്തതും ദുഃഖത്തിന് കാരണമാകുന്നു. സജ്ജന സമ്പർക്കം അവശ്യം വേണ്ടതാണ്. പാരായണവും സദ്വിചാരവും നമ്മളിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ രാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മൃഗീയതയിൽ നിന്നും ദിവ്യത്വത്തിലേക്കുള്ള കഥയാണ് രാമായണം. പവിത്രമായ മാധുര്യത്തിൻ്റെ കഥയാണ് വാൽമീകീയ രാമായണം. ദുഃഖത്തിൽ അതിരറ്റ ആശ്വാസം പകർന്നു നൽകുന്നു രാമായണം. മനഃശാഞ്ചല്യത്തിൽ നിന്നും രക്ഷ നേടുന്നു, രക്ഷപ്പെടാൻ കഴിയുന്നു രാമായണ സംസ്കാരം. മനസ്സും പ്രജ്ഞയും ബുദ്ധിയും വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഓരോ കാണ്ഡവും യോഗചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ബാലകാന്ഡം മുതൽ ഉത്തരകാന്ഡം വരെ ഒന്ന് നോക്കുക. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ദളം. ഈ സപ്ത സോപാനങ്ങളിലൂടെ കുണ്ടലിനി ശക്തി ഉണർന്ന് വിശിഷ്ട ഗുണങ്ങളോടുകൂടി മനുഷ്യനെ സമുന്നതിയിലേക്ക് നയിക്കുന്നു. വാസന ദ്വിവിധത്തിലാണ്, ശുദ്ധവും മലിനവും. ശുദ്ധമായ വാസനകളാണ്
സദ്ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നത്. മലിനവാസനകൾ എപ്പോഴും ദുർവൃത്തത്തിനും ദുർജനങ്ങൾക്കും അവരിൽ കാണാൻ കഴിയുന്നുണ്ട്. തൃഷ്ണ വർദ്ധിക്കും തോറും ദുഃഖവും അധികരിക്കും. തൃഷ്ണ ചപലമർക്കടിയാണ്. തൃഷ്ണ ഹൃത്പത്മ ഷഡ്പദമാണ്. ഹൃദയമാകുന്ന പത്മത്തിൽ തൃഷ്ണ അധികരിക്കുമ്പോൾ ആ പത്മത്തിന് തന്നെ, ഹൃദയപത്മത്തിന് തന്നെ ദോഷമുണ്ടാകുന്നു. അതുപോലെ സദാചാര ചിന്തകൾ, ശുഭചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരാവൂ. രാമായണത്തിലെ ഉത്തമ കഥാപാത്രങ്ങളെല്ലാം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സന്തോഷോ ഹി പരമം ശ്രേയഃ. മനുഷ്യജീവിതത്തിൽ സന്തോഷമാണ് സദാപി ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മെ ശ്രേയസ്സിലേക്ക് നയിക്കുന്നു. സന്തോഷ സുഖമുച്ചതേ. യോഗവാസിഷ്ഠത്തിലും ഈ വാക്യം വരുന്നുണ്ട്. ജീവിതം ആദർശശുദ്ധിയോടുകൂടിയതായിരിക്കണം. ശുദ്ധമായ ചിന്തയും ആഹാരശുദ്ധിയും ഉണ്ടെങ്കിൽ മനഃശുദ്ധിയും ഉണ്ടാകും. ഒരുവനെ ഗുണവാനോ ഭീരുവോ ധീരനോ ആക്കുന്നതും അശുദ്ധിയെ വിശുദ്ധിയാക്കി മാറ്റുന്നതും അവൻ്റെ ചേഷ്ടകളാണ്. ആത്മാവിൻ്റെ പ്രേരണ എല്ലാത്തിനും സാക്ഷിയാണ് ആത്മാവ്. യത് ഭാവം തദ്ഭവതി എന്നാണ് പറയുന്നത്. ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് രാമായണ പാരായണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആദർശത്തോട് സീതാദേവിക്ക് വളരെ അനുഭാവമുണ്ട്. ആന്തരമായ രാമൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന സീതാദേവി ഒരു ദിവസം കാനനവാസം തുടങ്ങിയ സന്ദർഭം സീതാദേവി രാമന് ഉപദേശിക്കുകയാണ്. അസ്ത്രശസ്ത്ര ധാരണം പാടില്ലാത്തതാണ്. ആയുധങ്ങൾ കൈവശം സൂക്ഷിക്കുന്നയാൾ ചിലപ്പോൾ ഏതോ അജ്ഞാതമായ പ്രേരണയുടെ ഫലമായി ആയുധങ്ങൾ കൊണ്ട് അരുതാത്തത് ചെയ്തു പോകും. പക്ഷേ രാമൻ ആ ഉപദേശം സ്വീകരിച്ചില്ല. രാവണൻ്റെ ഉന്നത വ്യക്തിത്വം മുഴുവൻ നശിച്ചത്, ഇല്ലാതായത് തുച്ഛ സംതൃപ്തിക്ക് വേണ്ടി തൻ്റെ ഉയർന്ന ഗുണങ്ങളെ നശിപ്പിച്ചു. ചാരിത്രശുദ്ധിയില്ല, സ്വഭാവശുദ്ധിയില്ല രാവണന്. മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യന് സ്വഭാവശുദ്ധിയില്ലെങ്കിൽ ആരും അംഗീകരിക്കുന്നില്ല. സീതാദേവി ഉയർന്ന ചാരിത്രശുദ്ധിയുടെയും അഗാധമായ ആത്മപ്രേമത്തിൻ്റെയും ഭർത്തൃസ്നേഹത്തിൻ്റെയും നിദർശനമാണ്. സീതാദേവിയുടെ സ്വഭാവ വൈശിഷ്ട്യം രാമന് തുല്യം രാമൻ മാത്രമാണ്. അതുപോലെ സീതയ്ക്ക് തുല്യമായിട്ട് മറ്റൊരു ആദർശ വ്യക്തിത്വത്തെ, സ്ത്രീത്വത്തെ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സീതാ സാ ഭവ
രാമാഭിവത് വർത്തിതവ്യം എന്നൊക്കെയാണ് മകളെയും മകനെയൊക്കെ അറിവുള്ള രക്ഷാകർത്താക്കൾ ഉപദേശിക്കുന്നത്. ആത്മഭാവങ്ങളെ രാമായണം അത്യന്ത ശ്രേഷ്ഠമായ ആദികാവ്യമാണെന്നറിയുമല്ലോ. അത് ശ്രേഷ്ഠമായ സാഹിത്യമാണ്. സഹിതഭാവമാണ് സാഹിത്യം. ഒരു ഒരുമിച്ചിരിക്കൽ. ആരെല്ലാം തമ്മിലാണ് ഒരുമിച്ചിരിക്കുന്നത്? ജീവാത്മാവും പരമാത്മാവും തമ്മിൽ. ആ മേളനമാണ് എല്ലാ സഹൃദയന്മാർക്കും ഉണ്ടായിരിക്കേണ്ടുന്നത്. ജീവന് ഈശ്വരനുമായുള്ള വീഴ്ചയാണ് സാഹിത്യം. ആസ്വദിക്കുന്നവർ സഹൃദയരുമാണ്. ജീവേശ്വരന്മാരാകുന്ന സുവർണങ്ങളുടെ നീടമാണ് ഹൃദയം. ഹൃദി അയം ഇതി തസ്മാത് ഹൃദയം. ഛാന്തോക്യോപനിഷത്ത് ഉപദേശിക്കുന്നതാണ് ആ മന്ത്രം. ബ്രഹ്മതത്വം വാൽമീകി മഹർഷിക്ക് ദേവർഷി നാരദനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. യം സീത മമ സുത സഹധർമ്മചരീ തവ. ജനക മഹാരാജാവ് രാമനോട് പറഞ്ഞു സ്വയംവര വേളയിൽ. പതിവ്രത മഹാഭാഗ ഛായേവ അനഗതാ സത. ഇതാണ് സീതാപിതാവ് ജനക മഹാരാജാവ് സീതയെ ഉപദേശിക്കുന്നത്. രാമായണ രഹസ്യം മുഴുവൻ അറിയുന്നത് സാക്ഷാൽ ശിവപരമാത്മാവാണ്. പകുതിയോളം അറിയുന്നുണ്ട് ഗിരിജയും. അതിൻ്റെ പകുതി മാത്രമാണ് ബ്രഹ്മദേവൻ രാമായണ രഹസ്യം അറിയുന്നത്. രാമായണം ശ്രുതിസാര സംഗ്രഹമാണ്. രാമൻ പരമ്പൊരുളാണ്, കാലാതീതനാണ്, ജഗത്പിതാവാണ്. എല്ലാവരുടെയും സ്വസ്വരൂപമായി ആത്മാവായി പരമാത്മതത്വം രാമൻ ഉപദേശിക്കുന്നു. ബുദ്ധോ ജ്ഞാനവിചാരവാൻ ഭവേത്. വിദ്യ വിമോക്ഷായ വിഭാതി കേവലം. ജ്ഞാനം വിമോക്ഷായ. കഥാചിദാത്മാന ജായത്തെ ന ക്ഷീയത്തെ നാപി വിവർദ്ധതേ അനവഹ. അത് നിത്യസത്യമാണ്. എപ്പോഴും നിത്യമായി സത്യമായി ശോഭനമായിരിക്കുന്നതാണ് ആത്മാവ്. വിശ്വാമിത്ര മഹർഷി ധർമ്മലാഭവും യശോലാഭവും ഉപദേശിക്കുന്നതിനാണ് ദശരഥനോട് അപേക്ഷിച്ചിട്ട് രാമകുമാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തൻ്റെ തപോവിഘ്നം ദൂരീകരിക്കാൻ എന്ന വ്യാജേന. രാമനോടൊപ്പം സഹോദരൻ ലക്ഷ്മണനുമുണ്ട്. എവിടെയും രാമനുണ്ടോ അവിടെ ലക്ഷ്മണനുമുണ്ട്. രണ്ട് ശരീരം ഒരേ ആത്മാവ്. കബന്ധനും ശബരീമാതാവും രാമ ലക്ഷ്മണന്മാരോട് ഉപദേശിക്കുന്നത് സുഗ്രീവ സഖ്യമാണ്, ബാല്യസഖ്യമല്ല. രാമഃ സത്യപരാക്രമഃ സുഖീ ഭവ സബാന്ധവാഃ സർവസംഹാര ദോഷാണാം തൃഷ്ണൈകാ
എന്നാണ് യോഗവാസിഷ്ഠം പഠിപ്പിക്കുന്നത്. സന്തോഷം പരമശ്രേയസ്സാണ്. സദാ നമ്മൾ ഓർത്തിരിക്കണം ആ കാര്യം. വാൽമീകി മഹർഷി ഓരോ കഥാപാത്രത്തിനുള്ള ഗുണങ്ങളെ ഉയർത്തിക്കാട്ടുന്നു, ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ശബരി, തപസ്വിനിയായ ശബരി മാതാവിൻ്റെ സ്നാനം ഗോദാവരി നദിയെ പുണ്യനദിയാക്കി മാറ്റുന്നു. ആർദ്രമധുരമായ സ്നേഹം സർവജീവരാശികളിലും ശുദ്ധ ചൈതന്യമായി വിളങ്ങുന്ന ഏകനായ ആത്മാവാണ് ശ്രീരാമൻ. ഈശ്വരനാണ്. സർവേശ്വരമതേ ഇതി രാമ. ആ നിർവചനം ശ്രദ്ധിക്കുക. ആത്മാവാകുന്ന രാമൻ, മനസ്സാകുന്ന സീത. ദശമുഖൻ ബഹിർമുഖനായ വിഷയഭോഗിയാണ്. എന്നാൽ ദശരഥനോ ആത്മാന്വേഷിയായ യോഗിയാണ്. പരശുരാമൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ കശ്യപ മഹർഷിക്ക് നൽകുന്നു. തപസ്സിദ്ധി മുഴുവൻ ശ്രീരാമന് കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊണ്ട് കൊടുത്തു. ഹനുമാൻ ശ്രീരാമ നാമാങ്കിത രോമകൂപം ശ്രീരാമ രോമാഞ്ചിത ചിത്തപത്മം ശ്രീരാമ സേവാത്മക ജന്മകൃത്യം ശ്രീരാമ സർവസ്വമുപാശ്രയാമി. പ്രാർത്ഥനയാണ് ഹനുമാന്റെ. രാമൻ ശുദ്ധമായ ആത്മാവിൻ്റെ പ്രതീകം. രാവണൻ കാമത്തിൻ്റെ പ്രതീകം. ബാലി ക്രോധത്തിൻ്റെ പ്രതീകം. മന്ധര ലോഭത്തിൻ്റെ പ്രതീകം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വാൽമീകിയിലേക്ക് പരിണമിക്കണം. ഹനുമാൻ ശരിയായ പ്രഭുവിനെ കണ്ടെത്തി രാമനിൽ. സുഗ്രീവൻ ഭീരുവാണ്. ഭീരുവിൻ്റെ നേതൃത്വത്തിൽ ഛായയിൽ കഴിയുന്ന മറ്റുള്ളവരും അവരുടെ കഴിവുകൾ വികസിക്കാതായി പോവും. ധീരമായ നേതൃത്വമാണ് നമുക്ക് വേണ്ടത്. സുഗ്രീവൻ ബാലിയെ ഭയന്ന് ഋഷിമുഖാചലത്തിൽ 4 സജീവന്മാരുമായിട്ട് അഭയം പ്രാപിച്ചു. രക്ഷകനായിട്ട് ആഞ്ജനേയനും എത്തിച്ചേരുന്നു. സൂര്യപുത്രനാണ്. സൂര്യദേവനാണ് ആഞ്ജനേയൻ്റെ ഗുരു. ആഞ്ജനേയിൽ നിന്നും ഗുരുദക്ഷിണയായിട്ട് സൂര്യൻ സ്വീകരിച്ചത് സുഗ്രീവൻ്റെ സംരക്ഷണമാണ്. കഥകളിൽ സുദീർഘമായ ആശയങ്ങളെല്ലാം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. രാമായണത്തിലെ സുന്ദരകാന്ഡം ബ്രഹ്മവിദ്യയെ കണ്ടെത്തലാണ്. കവി ഓരോ കാണ്ഡത്തിലും ഓരോരോ ഗഹനമായ തത്വചിന്ത നമുക്ക് പകർന്നു തരുന്നുണ്ട്. രാമായണത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, ഉത്തമ കഥാപാത്രം ശോകാകുലനാകുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ശോകോ നാശയത്തെ ധൈര്യം, ശോകോ നാശയത്തെ ശ്രുതം,
ശോകോ നാശയത്തെ സർവം നഹി ശോകസമോ രിപുഃ. കവിയുടെ വാൽമീകിയുടെ ഉപദേശമാണ്. ഓം ശാന്തം സർവഗതം സൂക്ഷ്മം പരം ബ്രഹ്മ സനാതനം രാജീവലോചനം രാമം പ്രണമാമി ജഗത്പതിം. രാമഃ സത്യം പരം ബ്രഹ്മ രാമാൽ കിഞ്ചിന്ന വിദ്യതേ തസ്മാത് രാമസ്വരൂപം ഹി സത്യം സത്യമിതം ജഗത്. ആത്മഭാവങ്ങൾ അതൊരു ധ്യാനമന്ത്രമാണ്. ആഞ്ജനേയനിൽ, വായുസുനിവിൽ പരാക്രമം, ഉത്സാഹം, ബുദ്ധി, ശക്തി, പ്രതാപം, സുശീലത, മധുരത, ന്യായാന്യായ വിവേകം, ഗംഭീരത, ചതുരത, ധീരത, ബലം, പരാക്രമം തുടങ്ങി ഉത്തമനായ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും ആഞ്ജനേയനിൽ കാണാൻ കഴിയുന്നുണ്ട്. ആഞ്ജനേയ ഭക്തിയിലൂടെ നമുക്ക് ഇത്തരം വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മളിൽ വന്നു ചേരും. രാമായണം നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥമാണ്. സൂര്യപുത്രനായ സുഗ്രീവ രക്ഷയാണ് സൂര്യദേവൻ ഗുരുവായിട്ട് ആഞ്ജനേയന് ഉപദേശം നൽകിയിട്ട് ദീക്ഷാമന്ത്രം കൊടുക്കുന്ന സമയത്ത് ദക്ഷിണയായിട്ട് സ്വീകരിച്ചത്. ഏകൈകസ്യോപകാരസ്യ പ്രാണാൻ ദാസ്യാമി തേ കപേ. ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷേകത്തിന് ശേഷം ആഞ്ജനേയനെ ആലിംഗനം ചെയ്തുകൊണ്ട് പ്രകടിപ്പിച്ച നന്ദി പ്രകടനമാണത്. ഗാഠാശ്ലേഷം ബ്രഹ്മത്തിൻ്റെ പരമമായ സത്യസ്വരൂപത്തിൻ്റെ ആഞ്ജനേയന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സീതാദേവി ഒരു രത്നമാല ആഞ്ജനേയന് പുരസ്കാരമായിട്ട് നൽകുന്നു. ആഞ്ജനേയൻ ജ്ഞാനിനാം അഗ്രഗണ്യനാണ്. ഭഗവാനെ അടിയന് നിന്തിരുവടിയിൽ അചലമായ ഭക്തി മാത്രമുണ്ടായാൽ മതി. ആഞ്ജനേയൻ രാമനോട് പറഞ്ഞതാണ്. ആഞ്ജനേയന് എന്താണ് വേണ്ടതെന്ന് രാമൻ ചോദിക്കുന്നു, അനുഗ്രഹമായിട്ട്, പുരസ്കാരമായിട്ട്. അപ്പോൾ ഹനുമാൻ പറഞ്ഞത്, ഭഗവാനിൽ അടിയുറച്ച, നിന്തിരുവിടിയിൽ അടിയുറച്ച ഭക്തി മാത്രം മതി എനിക്ക്. അങ്ങനെ നിത്യം നിരാകാരനാത്മാ പരം ബ്രഹ്മ, ആ പരബ്രഹ്മത്തെയാണ് ഉടനീളം രാമകാവ്യത്തിലൂടെ നമുക്ക് അനുകരണീയമായിട്ട് ആസ്വദിക്കാൻ ലഭ്യമാകുന്നത്. പുണ്യഗ്രന്ഥമായ ഈ ആദികാവ്യം കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്താൽ പോരാ, നിത്യവും അതിൽ വരുന്ന സ്തുതികളും സ്തോത്രങ്ങളും സാരോപദേശങ്ങളും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉത്തമ ദിശയിലേക്ക്, ദേവത്വത്തിലേക്ക് ഉയർന്നു പോകും. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗള ശതാനി.